ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോ തംബ്നെയിലും ഇൻട്രോയിലൊക്കെ കണ്ട പോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ക്ലേ വെച്ചിട്ട് ഒരു ട്രിങ്കറ്റ് ബോക്സ് ആണ്. ക്ലേ നല്ല രീതിക്ക് ഒന്ന് നീഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ചെറിയൊരു ട്രിങ്കറ്റ് ബോക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ചെപ്പിന്റെ അടപ്പെടുത്തിട്ട് അത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലേ ഇതുപോലെ ഒന്ന് നീളത്തിൽ പരത്തിയെടുത്തിട്ട് ഒരു റെക്ടാംഗിൾ ഷേപ്പ് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സർക്കിളിന്റെ മുകളിലേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സർക്കിളിന് ഒന്ന് സൈഡ്സ് ഒക്കെ ഒന്ന് റഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ പരത്തി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന റെക്ടാംഗിൾ പീസിന് എടുത്തിട്ട് നമ്മുടെ ആ റൗണ്ടിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലും പുറത്തൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഇതുപോലൊക്കെ ഒന്ന് കൈ കൊണ്ടൊക്കെ നട്ടില്ല. എന്താ ഇതിനെ പറയാൻ അറിഞ്ഞൂടാ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ആ സംഭവമൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. നല്ല രീതിക്ക് ഒന്ന് ജോയിന്റ് ആയത് വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. കാരണം ഞാൻ ഹൈറ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബോക്സ് നമ്മളോട് റെഡിയാക്കി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിനുള്ള അടപ്പുണ്ടാക്കാം, അതായത് അതിന്റെ ക്യാപ്പ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ക്ലേ ഒന്ന് പരത്തിയെടുത്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പോലെ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. അത്രയുള്ള സംഭവം. പിന്നെ ഞാൻ ഒരു ക്യൂട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും പരത്തിയെടുത്തിട്ട് ഒരു ചെറിയ ബണ്ണിക്കുട്ടനെ അതിന്റെ മുകളിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചു കൊടുത്താൽ മാത്രം പോരാ, അത് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം. ഞാനിവിടെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. പേപ്പർ കട്ടർ യൂസ് ചെയ്താൽ കട്ട് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെയും സർഫസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. പക്ഷെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത് രണ്ടും രണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ റൗണ്ട് ഷേപ്പിന്റെ ചുറ്റും റെക്ടാംഗിൾ ഷേപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തില്ല, അതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം ഞാൻ അതിനൊന്ന് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാപ്പും ചെപ്പൊക്കെ ഒന്ന് പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലാണ് പെയിന്റ് അടിച്ചു കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബണ്ണിക്കുട്ടിനെ ഞാനൊരു വൈറ്റ് പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. പെയിന്റ് അടിക്കലൊക്കെ സ്മൂത്ത് ആണ്, നല്ല അടിപൊളിയായിട്ട് നടന്നു. പക്ഷേ ഈ കണ്ണും മൂക്കും വരയ്ക്കുന്ന പരിപാടി അവിടെയാണ് എന്റെ കയ്യിൽ നിന്ന് എല്ലാ തവണയും പോവാറ്. ഇത്തവണയും ചെറുതായിട്ടൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് മാച്ചെടുത്ത് നമ്മളെ സെറ്റാക്കി എടുത്തു. അറിയാലോ, നമ്മളങ്ങനെ തളർന്നു കൊടുക്കില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ പ്ലെയിൻ ആയി കിടക്കുന്നത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ അതിന് കുറച്ച് ഗ്രിഡ് ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ കുറവ് തോന്നിയിട്ട് ഇങ്ങനെ കുറച്ച് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുത്തു. പിന്നെ അത് ബ്ലൂ ആക്കി. അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ക്യൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2-3 ചെറീസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് വരച്ചു കൊടുത്തു. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് നമ്മുടെ ബോക്സ് ഒക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലോ മാലയോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് കയ്യിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയ കമ്മലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും സംഭവം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിന്റെ ക്യാപ്പ് വെച്ചേക്കണ ആ ബണ്ണിക്കുട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.